നമസ്കാരം. സുകുമാരക്കുറുപ്പിന്റെ ഇൻഷുറൻസ് തട്ടിപ്പ് മോഡൽ അച്ഛനിൽ നടപ്പാക്കിയത് ഉത്തരാക്കൊലക്കേസ് സ്റ്റൈലിൽ. തമിഴ്നാട്ടിലെ തിരുവള്ളൂർ ജില്ലയിൽ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കുന്നതിനായി പിതാവിനെ വിഷപ്പാമ്പിനെ കൊണ്ട് കടുപ്പിച്ച് കൊലപ്പെടുത്തിയ 2 ആൺമക്കളും സഹായികളും ഉൾപ്പെടെ 6 പേർ പിടിയിലാകുമ്പോൾ ചർച്ചയാകുന്നത് കേരളത്തിനെ നടുക്കിയ 2 കേസുകളാണ്. സുകുമാരക്കുറുപ്പിന്റെ ഇൻഷുറൻസ് തട്ടിപ്പും സ്ത്രീധനവും സ്വത്തുക്കളും കൊള്ളയടിക്കുക എന്ന ലക്ഷ്യത്തോടെ നടത്തിയ ഉത്തരാക്കൊലക്കേസും. ഒക്ടോബർ 22-ന് സർക്കാർ സ്കൂൾ ലാബ് അസിസ്റ്റന്റായ ഇ.പി. ഗണേശൻ പാമ്പ് കടിയേറ്റ് മരിച്ച സംഭവത്തിലാണ് കൊലപാതക വിവരം പുറത്തു വന്നത്. ഗണേശന്റെ മക്കളായ ഹരിഹരൻ, മോഹൻരാജ് എന്നിവരാണ് കടബാധ്യതകൾ തീർക്കാൻ പിതാവിനെ വകവരുത്താൻ ഗൂഢാലോചന നടത്തിയത് എന്നാണ് അന്വേഷണത്തിൽ തെളിയുന്നത്. ഗണേശന്റെ പേരിൽ 3 കോടി രൂപയോളം വരുന്ന ഒന്നിലധികം ഇൻഷുറൻസ് പോളിസികൾ മക്കൾ എടുത്തു. ഇത് പണം തട്ടാനായിരുന്നു. ഇൻഷുറൻസ് ക്ലെയിം നടപടികൾക്കിടെ കമ്പനിക്ക് തോന്നിയ സംശയത്തെ തുടർന്ന് നടത്തിയ പോലീസ് അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകം തെളിഞ്ഞത്. സുകുമാരക്കുറുപ്പും ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയാണ് കൊല നടത്തിയത്. അത് കാറിൽ മറ്റൊരാളെ കത്തിച്ച് താനാണ് മരിച്ചത് എന്ന് വരുത്താനായിരുന്നു ശ്രമിച്ചിരുന്നത്. ആ കള്ളം പൊളിഞ്ഞു. സുകുമാരക്കുറുപ്പ് ഇന്നും ഒളിവിലാണ്. ഉത്തരയെ പാമ്പ് കടിച്ചു മരിച്ചു. അതിന് പിന്നിൽ ഭർത്താവും കുടുംബവുമായിരുന്നു. സ്വത്ത് തട്ടിയെടുത്ത് മറ്റൊരു കല്യാണം കഴിക്കാനുള്ള തന്ത്രം. പാമ്പ് കടിച്ചു മരിച്ചാൽ ആർക്കും സംശയം തോന്നില്ലെന്ന് കരുതി നടത്തിയ കൊല. ഇതേ തന്ത്രമാണ് ഗണേശനിൽ മക്കൾ നടത്തിയത്. കൊലപാതകത്തിനായി മക്കൾ വാടകയ്ക്കെടുത്ത സഹായികൾ അതീവ വിഷമുള്ള കരിമൂർക്കിനെ എത്തിക്കുകയായിരുന്നു. പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ കഴുത്തിൽ പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചു. അങ്ങനെ മരണം ഉറപ്പാക്കുകയും ചെയ്തു. സംഭവം സ്വാഭാവികമായ പാമ്പ് കടിയാണെന്ന് വരുത്തി തീർക്കാൻ കൊലപാതകത്തിന് ശേഷം വീട്ടുകാർ തന്നെ പാമ്പിനെ തല്ലിക്കൊന്നു. ഒരാഴ്ച മുമ്പ് മറ്റൊരു പാമ്പിനെ കൊണ്ട് കാലിൽ കടിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അന്ന് ഗണേശൻ രക്ഷപ്പെട്ടു. പിടിയിലായ 6 പേർക്കെതിരെയും കൊലപാതകം, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി കേസെടുക്കുകയും ചെയ്തു. ഇതിന് സമാനമായിരുന്നു ഉത്തരയുടെ കേസും. കേരളത്തിലെ ഉത്തര വധക്കേസിന് സമാനമായ രീതിയിലാണ് ഈ കൊലപാതകവും നടപ്പിലാക്കിയിരിക്കുന്നത്. ഉത്തര കേസിൽ ഭർത്താവായ സൂരജ് പാമ്പിനെ കൊണ്ട് കടിപ്പിച്ചാണ് ഭാര്യയെ കൊലപ്പെടുത്തിയത്. അത്തരത്തിലുള്ള ക്രൂരമായ ബുദ്ധി പ്രഭുവും പിതാവിനെതിരെ പ്രയോഗിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ പാമ്പ് കടിയേറ്റുള്ള മരണങ്ങളിൽ വിശദമായ അന്വേഷണം നടക്കാറില്ലെന്ന പഴുത് മുതലെടുക്കാനാണ് പ്രതികൾ ശ്രമിച്ചത്. എന്നാൽ ഇൻഷുറൻസ് തുകയിലെ വലിയ വർധനവും മകന്റെ പെരുമാറ്റത്തിലെ മാറ്റവും കേസിൽ നിർണായകമായി. പണത്തിനു വേണ്ടി സ്വന്തം പിതാവിനെ ഇത്രയും ക്രൂരമായ രീതിയിൽ ഇല്ലാതാക്കാൻ മകന് കഴിഞ്ഞു എന്നത് ഞെട്ടലോടെയാണ് തമിഴ്നാട് കേട്ടത്. ഇൻഷുറൻസ് പോളിസികൾ എടുക്കുമ്പോൾ കമ്പനികൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും ഇത്തരം തട്ടിപ്പുകൾ തടയാൻ കർശനമായ പരിശോധനകൾ ആവശ്യമാണെന്നും പോലീസ് പറഞ്ഞു. തിരുവള്ളൂർ ജില്ലയിലാണ് 3 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക തട്ടിയെടുക്കാൻ പിതാവിനെ വിഷപ്പാമ്പിനെ കൊണ്ട് കടിപ്പിച്ച് കൊലപ്പെടുത്തിയത്. മരണം ഉറപ്പാക്കിയ ശേഷം പാമ്പ് തനിയെ വീട്ടിൽ കയറി കടിച്ചു എന്ന് വരുത്തി തീർക്കാനായിരുന്നു ശ്രമം. ഇൻഷുറൻസ് കമ്പനിയുടെ പരാതിയെ തുടർന്ന് IG അസ്ര ഗാർഡിന്റെ നിർദ്ദേശപ്രകാരം നടത്തിയ അന്വേഷണത്തിലാണ് ഗണേശനെ ആശുപത്രിയിൽ എത്തിക്കാൻ മനഃപൂർവ്വം വൈകിപ്പിച്ചത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. ഇതാണ് കേസിൽ തുമ്പായത്. സിനിമയെ വെല്ലുന്ന രീതിയിൽ ആസൂത്രണം ചെയ്ത ഈ കൊലപാതകം പോലീസിന്റെ ശാസ്ത്രീയമായ അന്വേഷണത്തിലാണ് വെളിച്ചത്ത് വന്നത്. പാമ്പ് കടിയേറ്റുള്ള മരണമെന്നാണ് ബന്ധുക്കളും നാട്ടുകാരും ആദ്യം കരുതിയത്. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പിന്നീട് വന്ന ചില സൂചനകളിലും പോലീസിന് സംശയം തോന്നി. മരണത്തിൽ അസ്വാഭാവികത തോന്നിയ പോലീസ് അദ്ദേഹത്തിന്റെ മകൻ പ്രഭുവിനെ നിരീക്ഷിച്ചു തുടങ്ങി. മരണശേഷം പ്രഭു പിതാവിന്റെ പേരിലുള്ള 3 കോടി രൂപയുടെ ഇൻഷുറൻസ് തുക ലഭിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കിയത് പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. പ്രഭുവിന്റെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോൾ പാമ്പ് പിടുത്തക്കാരുമായി ഇയാൾ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തി. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ പ്രഭു കുറ്റം സമ്മതിച്ചു. കടബാധ്യതകൾ തീർക്കാനും ആഡംബര ജീവിതം നയിക്കാനും വേണ്ടിയാണ് പിതാവിനെ കൊലപ്പെടുത്തിയതെന്ന് ഇയാൾ സമ്മതിച്ചു. ഇതിനായി സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഒരു പാമ്പ് പിടുത്തക്കാരിൽ നിന്നും വിഷപ്പാമ്പിനെ വാങ്ങിയായിരുന്നു. സംഭവ ദിവസം പിതാവ് ഉറങ്ങിക്കിടക്കുമ്പോൾ പ്രഭുവും കൂട്ടാളികളും ചേർന്ന് പാമ്പിനെ അദ്ദേഹത്തിന്റെ ശരീരത്തിലേക്ക് വിടുകയായിരുന്നു. പാമ്പ് കടിയേറ്റ അദ്ദേഹം ഉടൻ തന്നെ വേദന കൊണ്ട് പുളഞ്ഞെങ്കിലും ആരും രക്ഷിക്കാനെത്തിയില്ല. മരണം ഉറപ്പാക്കിയ ശേഷം പാമ്പിനെ അവിടെ നിന്ന് മാറ്റുകയും ഇതൊരു സ്വാഭാവിക അപകടമാണെന്ന് വരുത്തി തീർക്കുകയുമായിരുന്നു.